വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. +2 ക്രിസ്മസ് എക്സാം അടുത്തെത്തി. പറഞ്ഞു 10 ദിവസമേ ഉള്ളൂ. 12-ാം തീയതി നമുക്ക് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ഒരു 8-9 പാഠങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ 10 ദിവസം കൊണ്ട് പഠിച്ചെടുക്കണം അല്ലേ. അതിൻ്റെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വീഡിയോ ഞാൻ വേറെ ഇടാം. ഒരു 10 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വീഡിയോ ഓൾറെഡി വേറെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇനി പഠിക്കാൻ തുടങ്ങുക, നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫിസിക്സ്, +2 ഫിസിക്സ് ആദ്യത്തെ ഒരു 10 പാഠങ്ങൾ. 10 പാഠമാണ്. നമുക്ക് എന്തായാലും 11 പാഠം ഉണ്ടാവും. 11 ഇല്ലെങ്കിൽ ഒരു 9-10 പാഠങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് ആദ്യത്തെ ഒരു 10 പാഠങ്ങളിൽ നിന്ന് ഫിസിക്സിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഡെറിവേഷൻസ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ചെയ്ത് പഠിക്കുക. ഡെയിലി ഒരു 2 ഡെറിവേഷൻസ് വെച്ച് പഠിച്ചാൽ മതി. കുറേ ടോപ്പിക്സൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ നിങ്ങൾക്കൊരു ഭാരം കുറവാണ്. അപ്പോൾ ഈ 10 ദിവസം നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് എന്തായാലും വാങ്ങാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഡെറിവേഷൻസിലേക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്, കണ്ടോ. മാർക്കിംഗ് ഒക്കെ ചെയ്തു. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഓഫായിപ്പോയി. മൈക്ക് ഓഫായിട്ട് റെക്കോർഡായില്ല. പിന്നെ അത് വീണ്ടും ഈ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ വീഡിയോനേക്കാൾ ഉഷാറായിട്ട് നമുക്ക് എടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. നല്ല വെയിറ്റേജുള്ള പാഠമാണ്. നിങ്ങൾ പഠിക്കേണ്ട ഫസ്റ്റ് ചാപ്റ്റർ ഇത് തന്നെയാണ് ഫിസിക്സിലെ. ഇതിൽ നമുക്ക് എന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ആക്സിയൽ ലൈൻ, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അറ്റ് ഇക്വറ്റോറിയൽ ലൈൻ. ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും, അതായത് രണ്ടിൻ്റെയും ഡെറിവേഷൻസ് ആണ്. വലിയ ഡെറിവേഷനാണ്. രണ്ടും പഠിക്കുക. ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ആക്സിയൽ ലൈൻ, അല്ലെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അറ്റ് എ പോയിൻ്റ് ഓൺ പെർപെൻഡിക്കുലർ ബൈസെക്ടർ തന്നെയാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഓക്കെ, ഇനി ഗോസസ് ലോൻ്റെ പ്രൂഫ് ഈ പാഠത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അടുത്തത്. അതേപോലെ ഗോസസ് ലോൻ്റെ 3 ആപ്ലിക്കേഷൻസ്. ഒന്ന് യൂണിഫോംലി ചാർജ്ഡ് വയറും പ്ലെയിൻ ഷീറ്റും സ്ഫെറിക്കൽ ഷെൽഡും. ഇതിലൊക്കെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക. ഈ 3 ആപ്ലിക്കേഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 3 ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. ഗോസസ് ലോയുടെ പ്രൂഫും പഠിക്കണം. നമ്മളെ ചാനലിൽ ഓൾറെഡി ഉണ്ട് ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻസ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മൾ ഫിസിക്സ് +2 ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ പാഠം നിങ്ങൾക്ക് വേണം പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എജുവാലിറ്റിന് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. വാട്സപ്പിലേക്കൊന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നമ്മൾ എജുവാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറും 500 rupees പേയ്മെൻറ്റ് ഉള്ളൂ. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അതിൽ നമുക്ക് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും വരില്ല എന്ന് ഞാൻ പറയില്ല, കുറേ പ്രാവശ്യം വന്നതാണ്. പിന്നെ കപ്പാസിറ്റേഴ്സും സീരീസും പാരലലും അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയില്ല. ഈ 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നോക്കി വയ്ക്കുക. മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ്, അതിൻ്റെ ചെറിയ സ്റ്റെപ്സൊക്കെ ഉണ്ട്, അത് പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഓംസ് ലോ ഇൻ ടേംസ് ഓഫ് J and E അതും നോക്കി വയ്ക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ല, എന്നാൽ അറിഞ്ഞിരിക്കണം. അടുത്ത ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് വരുന്നുണ്ട്. ഇത് വലിയ ചാപ്റ്ററാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ടിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. പിന്നെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ, ഇത് 2 പഠിക്കണം. അതങ്ങനെ വലിയ ഡെറിവേഷൻസ് ഇല്ലെങ്കിലും ചെറിയ 2-3 സ്റ്റെപ്പേ ഉള്ളൂ, 2 പഠിക്കണം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സോളിനോയിഡും അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ പറയുന്ന ടോപ്പിക്ക് മസ്റ്റായിട്ടും പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. അതിൽ കുറേയൊക്കെ തിയറിയാണ്. പിന്നെ ചെറിയ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റബിലിറ്റി ആണ്. അത് നോക്കി വയ്ക്കുക. പിന്നെ 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതും തിയറി ചാപ്റ്ററാണ്. ഉള്ള ഡെറിവേഷൻസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡിൻ്റെ ഇൻഡക്ടറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
പിന്നെ അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഇൻ AC ജനറേറ്റർ, ഇതും കുറേ പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഞാൻ ഈ പറയുന്ന സെക്ഷൻസ് ഓരോ പാഠത്തിലെയും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇത് പഠിച്ചോളൂ കേട്ടോ. പിന്നെ 7ാമത്തെ ചാപ്റ്റർ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. കുറേ ഡെറിവേഷൻസിൽ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് AC വോൾട്ടേജ് അപ്ലൈ ടു ഇൻഡക്ടറിലേക്ക് AC വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഉണ്ടാകുന്ന ഫേസ് ഡയഗ്രാം, അതിൻ്റെ കറണ്ടിൻ്റെ ഡെറിവേഷൻ, പവർ, ഇതൊക്കെ ചോദിക്കാം. AC വോൾട്ടേജ് അപ്ലൈ ടു കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിൻ്റെ ഫേസ് ഡയഗ്രാം, അതിൻ്റെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ, ഡിറൈവിന് എക്സ്പ്രഷൻ ഫോർ കറണ്ട് എന്നാണ് പറയുക. പവറിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 90% വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് AC വോൾട്ടേജ് അപ്ലൈ ടു സീരീസ് ഓഫ് LCR സർക്യൂട്ട്. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. വാട്ട് ഇസ് ദ ഇംപീഡൻസ് ഓഫ് LCR സർക്യൂട്ട്, റെസനൻസ് അറ്റ് ഇംപീഡൻസ് അല്ലെങ്കിൽ റെസനൻസ് ഓഫ് LCR സർക്യൂട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഫേസ് ഡയഗ്രാംസ് ചോദിക്കാറുണ്ട്. ഇത് മിക്കതും LCR സർക്യൂട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പവറിൻ LCR സർക്യൂട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ സ്റ്റാർ ഇട്ടിട്ടുള്ള ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ സെക്ഷൻസൊക്കെ നിങ്ങൾ നന്നായി ചെയ്ത് പഠിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ. പിന്നെ 9ാമത്തെ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും ഡെറിവേഷൻസാണ്. എല്ലാ ഡെറിവേഷൻസും വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് റിലേഷൻ കണക്റ്റിംഗ് ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ചോദിക്കാറുണ്ട്. അടുത്തത് മിറർ ഇക്വേഷൻ ഡെറിവേഷനാണ്, അതും പഠിക്കണം. റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസ്, അതും ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ ഞാൻ സ്റ്റാർ ഇടും. ഇത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഈ പാഠത്തിലെ ഡെറിവേഷൻസ് കുറേ ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണം ഷുവറാന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസ് ഇൻ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രാക്ഷൻ ത്രൂ പ്രിസം, ഇത് എന്തായാലും പഠിച്ചോളൂ. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ഇതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കുള്ളൂ. ഏത് വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല, മൂന്നും പഠിക്കണം കേട്ടോ. പിന്നെ 10ാമത്തെ ചാപ്റ്റർ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അത് ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിക്ക്, എൻ്റെ ഡെറിവേഷൻ ഡിലീറ്റഡ് ആണ്. നമുക്ക് നോക്കാം ഇനി ഇറങ്ങാനും അതിലെന്തെങ്കിലും പോർഷൻസ് ഉണ്ടോയെന്ന്. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള സെക്ഷൻസിൽ നിന്ന് പഠിക്കേണ്ടത് റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞ ഭാഗവും റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് ബൈ പ്ലെയിൻ സർഫസും ആണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ എല്ലാ കൊല്ലം ചോദിക്കുന്നൊരു ഭാഗം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അത് ഡിലീറ്റഡ് പോർഷൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 ഡെറിവേഷൻസ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്രയും ഡെറിവേഷൻസ് ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുള്ള. ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ എല്ലാ ഡെറിവേഷൻസും പഠിക്കുക. അതുപോലെ 9ാമത്തെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡെറിവേഷൻസും പഠിക്കണം. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സ്റ്റാർ ഇട്ടത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. അപ്പോൾ ഇതാണ് ചാപ്റ്റർ വൈസ് നിങ്ങൾ പഠിക്കേണ്ട ഡെറിവേഷൻസിൻ്റെ ലിസ്റ്റ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഞാൻ വരുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.